Hello, good morning all. Now we move to the next stanza of the poem Anniversaries of War by Yehuda Amichai. In the third stanza, look at the third stanza. A light afternoon wind blows, but only a few people move in the blowing wind. Bend down a little with grass and flowers. Dandelions cover the mound. You could say as dandelions in multitude. In this stanza, the poet describing about his past, about his journey, and also through this stanza, he exposes the beauty of nature. And here the poet says that a light afternoon wind blows. That means it is a light afternoon. A wind is blows. Wind means we already know the wind എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്ലോ ചെയ്യുന്നുണ്ട്, കാറ്റടി വീശുന്നുണ്ട് ഇൻ ദ മിഡിൽ അല്ലെങ്കിൽ ദ ലൈറ്റ് ഓഫ് ദ ആഫ്റ്റർനൂൺ, ഉച്ച സമയത്ത്. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് ദ ലൈറ്റ് ആഫ്റ്റർനൂൺ ആക്ച്വലി ഇറ്റ് ഈസ് ദ മിഡിൽ ഓഫ് ദ ഡേ, ഒരു ഡേൻ്റെ മിഡിലാണ്. ദാറ്റ് മീൻസ് ഓൾസോ റിലേറ്റഡ് ടു ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ പോയറ്റ് മേ ബി ഇൻ ദ മിഡിൽ ഏജസ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹി ബിലോങ് ടു അല്ലെങ്കിൽ ഹി മൈറ്റ് ബി എ മിഡിൽ ഏജ്ഡ് മാൻ. So that is why he used the light afternoon. That means the middle of the day. In the poetic അല്ലെങ്കിൽ ലിറ്ററൽ സെൻസിൽ പറയുമ്പോൾ ഒരു ദിവസത്തിൻ്റെ ഹാഫ് പകുതിയാണ്. പക്ഷേ അത് നമ്മുടെ കുറച്ചുകൂടെ ഇന്നർ മീനിങ്ങിലേക്ക് നമുക്ക് പറയുമ്പോൾ ദ പോയിറ്റ് മേ ബി ഇൻ ദ മിഡിൽ ഏജസ് ബട്ട് ഓൺലി ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോവിങ് വിൻഡ്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ബ്ലോവിങ് വിൻഡിൽ, ഈ കാറ്റ് വീശുന്ന ഈ ഒരു ഇതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ബെൻഡ് ഡൗൺ എ ലിറ്റിൽ വിത്ത് ഗ്രാസ് ആൻഡ് ഫ്ലവേഴ്സ്. അതുപോലെ തന്നെ ഗ്രാസും അതുപോലെ തന്നെ ഫ്ലവേഴ്സുകളും ദേ ആർ ടു ബി ബെൻഡ് ഡൗൺ, അത് കുനിയും. ദാറ്റ് മീൻസ് മേ ബി ദ വിൻഡ് ഈസ് ബ്ലോൺ. കാറ്റടിക്കുമ്പോൾ ബേസിക്കലി ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഗ്രാസിനൊക്കെ ഒരു ചായ്വ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് പറയുന്നത്, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഡാൻഡലിയൻസ് കവർ ദ മൗണ്ട്. മൗണ്ടൈനിൽ മൊത്തത്തിൽ ഡാൻഡലിയൻസിൻ്റെ സ്മെല്ല് കവർ ചെയ്യും. ഡാൻഡലിയൻസ് മീൻസ് എ ടൈപ്പ് ഓഫ് ഫ്ലവറാണ്. അതുപോലെ തന്നെ യു കുഡ് സേ എ ഡാൻഡലിയൻ ഈസ് മൾട്ടിറ്റ്യൂഡ്. ആ ഒരു മൊത്തത്തിൽ മൊത്തം ഒരു ഹിൽ, മൗണ്ട് മീൻസ് എന്താ, ഹില്ലാണ്, കുന്ന്. ആ കുന്നിന് മുകളിൽ മൊത്തം കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഡാൻഡലിയൻസിൻ്റെ സ്മെല്ല്, ദാറ്റ് ഈസ് മൾട്ടിറ്റ്യൂഡ്. മൾട്ടിറ്റ്യൂഡ്സ് മീൻസ് ക്രൗഡഡ് എന്നാണ്. ക്രൗഡഡ് പീപ്പിൾസിൽ അല്ലെങ്കിൽ അത്രയും ഒരു പ്ലാനറ്റും ഫ്ലവേഴ്സും ട്രീസൊക്കെ ഉള്ള ആ മൗണ്ടെയിൻസിൽ ഏറ്റവും ഒരു സ്മെല്ലായിട്ട്, ഏറ്റവും ഒരു ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ഡാൻഡലിയൻസ് എന്നുള്ള ഫ്ലവറാണ്. അത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് മീൻസ് അത് ഓൺലി വൺ മതി, ഒരൊറ്റൊന്ന് മതി അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്യാനും, ലൈറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ. സോ ഇൻ ദിസ് സെൻസിൽ നമ്മൾ ഈ പോയിറ്റിൻ്റെ ലൈൻസ് വായിക്കുമ്പോൾ വി ഗെറ്റ് എ കൈൻഡ് ഓഫ് നേച്ചർ, ബ്യൂട്ടി ഓഫ് നേച്ചറിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ഇന്നർ സെൻസിലേക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലൗസ് മീൻസ് ഹിയർ ദ പോയിറ്റ് ഇൻ ദ മിഡിൽ ഏജസ് എന്ന് പറയാം. അവിടെ ഓൺലി ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോവിങ് വിൻഡ് മീൻസ് ദാറ്റ് മീൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ബോത്ത് ഹാർഷ് ആൻഡ് ജെൻറ്റിൽ എക്സ്പീരിയൻസ് ഓഫ് ദ ലൈഫിൽ ഒരുപാട് നമുക്ക് ഹാർഷായിട്ടുള്ള, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അതുപോലെ വെരി ഹാർഡായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഓൺലി ഫ്യൂ പീപ്പിൾ ക്യാൻ മൂവ് ഫോർവേഡ് ത്രൂ ദിസ് ഡിഫിക്കൽട്ടി ഓഫ് ലൈഫ്. അല്ലെങ്കിൽ ഈ ജേണി ഓഫ് ദ ലൈഫിൽ, നമ്മുടെ ലൈഫിൻ്റെ ഒരു യാത്രയിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഹാർഡ്ഷിപ്പിനെയും അതുപോലെ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസിനെയും ഒക്കെ മറികടന്ന് മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണിവിടെ കൊണ്ടർത്ഥമാക്കുന്നത്. ഓൺലി ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോവിങ് വിൻഡ്. ഈ കാറ്റ് വീശുന്ന അല്ലെങ്കിൽ ഇത്രയും കാറ്റടിക്കുമ്പോഴും മീൻസ് ഇവിടെ കൊണ്ടർത്ഥമാക്കുന്നത് എന്താണ്, ഡിഫിക്കൽട്ടി ആൻഡ് ജെൻറ്റിൽ ആൻഡ് ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ദ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ, പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജേണി ഓഫ് ദ ലൈഫിൽ ഓൺലി ഫ്യൂ പീപ്പിൾസിന് മാത്രമേ കം ഫോർവേഡ്, മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. ആൻഡ് അതായത് പിന്നെ അർത്ഥമാക്കുന്നത് ബെൻഡ് ഡൗൺ എ ലിറ്റിൽ വിത്ത് ഗ്രാസ്
ആൻഡ് ഫ്ലവേഴ്സ്. ഒരു കാറ്റടിക്കുമ്പോൾ ഈ ഗ്രാസിനും ഫ്ലവേഴ്സിനും എന്ത് ചെയ്യേണ്ടി വരും? കുനിയേണ്ടി വരും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചായവുണ്ടാവും. അതുപോലെയാണ് ലൈഫിൽ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് അതിലേക്ക് മേ ബി ബെൻഡ് ആവും, കുനിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻസിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതാണ് ഇവിടെ മീനിങ്സ് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നുണ്ട്, ദ ഡാൻഡ്ലിയൻ കവേഴ്സ് ദ മൗണ്ട്, യു കുഡ് സേ ദ ഡാൻഡ്ലിയൻ ഇൻ ദ മൾട്ടിറ്റ്യൂഡ്സ്. ഇവിടെ കൊണ്ട് അർത്ഥമാക്കുന്നത് ഡാൻഡ്ലിയൻ ഈസ്, വി ഓൾറെഡി സെഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ആൻഡ് ഇറ്റ് ഈസ് സിംബലൈസ് ദ ഇമോഷണൽ ഹീലിംഗ് ആണ്. ഇതിനെ സിംബലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വൈകാരികമായിട്ടുള്ളൊരു ആശ്വാസം. അതാണ് ഇമോഷണൽ ഹീലിംഗ്, ഫീലിംഗ് അല്ല, ഹീലിംഗ് ആണ്. ആൻഡ് ദേ ക്യാൻ എൻഡ്യൂർ any living conditions and overcome every hardship by being strong and proud. ഒരുപാട് ആൾക്കാരിൽ കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യും, എത്ര ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും അതുപോലെ ഏതൊരു ലിവിങ് കണ്ടീഷൻസിലായാലും അവരെന്തായിരിക്കും, ബീങ് സ്ട്രോങ് ആൻഡ് പ്രൗഡ്. അവർ അതിൽ ഭയങ്കര അഭിമാനം, അല്ലെങ്കിൽ വെരി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും. ആ ഒരു കുറച്ച് പീപ്പിൾസിനെയാണ് നമ്മൾ ഡാൻഡ്ലിയൻ കൊണ്ടിവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് യു കുഡ് സേ ദ ഡാൻഡ്ലിയൻ ഇൻ മൾട്ടിറ്റ്യൂഡ്സ്. ദാറ്റ് മീൻസ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ. മൾട്ടിറ്റ്യൂഡ്സ് മീൻസ് എന്താ, ക്രൗഡ് ഓഫ് പീപ്പിൾ ആണ്, അല്ലെങ്കിൽ എ മോബ്, ജനക്കൂട്ടം. അവർക്കിടയിൽ ഒരു ഡാൻഡ്ലിയൻസ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ, ഡാൻഡ്ലിയൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് പോസിറ്റീവായിട്ട് ലൈഫിനെ കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഇറ്റ് മേ ബി എ യുണീക്ക് പീപ്പിൾ. അവർ ഒരു കൈൻഡ് ഓഫ് യുണീക്ക് പീപ്പിൾസ് ആയിരിക്കും. അവർ ഹൂ സ്റ്റുഡ് വെരി സ്ട്രോങ്ലി ഇൻ ദ റാവേജ് ഓഫ് ടൈമിൻ്റെ റാവേജ്, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്യും, ദേ സ്റ്റുഡ് വെരി സ്ട്രോങ്. അവർ നിന്ന് എന്ത് ചെയ്യും, ആ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലംസും ഓരോ സിറ്റുവേഷൻസിനും അനുസരിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു യുണീക്ക് കൈൻഡ് ഓഫ് പീപ്പിൾസിനെയാണ് ഇവിടെ ഡാൻഡ്ലിയൻ ഇൻ മൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ആ ലൈൻസ് കൊണ്ട് പോയിറ്റ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റാൻസ. ഐ ബ്രോട്ട് മൈ ചിൽഡ്രൻസ് ടു ദ മൗണ്ട് ആൻഡ് വി സാറ്റ് ഹിയർ ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് side, as in the poem by the Shmuel Ha-Najid in Spain, like me a man of hills, a man of wars, who sang a lullaby to his soldiers before battle. In this stanza, the poet says that I brought my children to the mount. He brings his children to the mount. മൗണ്ടിലേക്ക് കുട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു കുന്നിന് പുറത്തേക്ക് ഇയാളുടെ ചിൽഡ്രൻസിനെയും കൊണ്ട് പോവുകയാണ്. അതാണല്ലോ ഈ പോയത്തിലൂടെ പറയുന്നത്. സോ അവർ ഒരു മൗണ്ടൈനിലേക്ക് അല്ലെങ്കിൽ മൗണ്ടിലേക്ക് ബ്രോട്ട് ഹിസ് ചിൽഡ്രനെയും കൊണ്ട് അവിടേക്ക് എത്തി എന്നാണ് പറയുന്നത്. ആൻഡ് വി സാറ്റ് ദർ ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്. എന്നിട്ട് വി സാറ്റ് ദ, അവിടെ പോയിട്ട് അവിടെ ഇരുന്നു. ആൻഡ് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്, അതിൻ്റെ പിറകിലും അതുപോലെ സൈഡിലുമായിട്ട്. ആസ് ഇൻ ദ പോയം ബൈ ദ ഷ്മുവൽ ഹാ-നാജിദ് ഇൻ ദ സ്പെയിനിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയറ്റാണ് ഷ്മുവൽ ഹാ-നാജിദ്. ഇവരുടെ പോയത്തിൽ പറഞ്ഞ ഒരു ലൈൻസാണ് അവിടെ ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്ന് പറയുന്നത്. ആ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള, അയാളുടെ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്. അതിൽ നിന്നും പോയിറ്റ് എടുത്തിട്ടുള്ള ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസാണ്, ഒരു ലൈനാണ് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്. അവരുടെ പോയത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ എന്ത് ചെയ്തു, വി സെറ്റ്, അവിടെ ഇരുന്നു. ലൈക്ക് മീ, എന്നെപ്പോലെ തന്നെയാണ് ആ പോയിറ്റ് നാജിദ് എന്ന് പറയുന്ന പോയിറ്റും. ലൈക്ക് മീ, എന്നെപ്പോലെ തന്നെ എ മാൻ ഓഫ് ഹിൽസ്, എ മാൻ ഓഫ് വാർഡ്സ്. ഒരു വാർഡ്സിനെയും അതുപോലെ തന്നെ ഹിൽസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു സ്പെയിനിൽ ഉള്ള പോയറ്റായിട്ടുള്ള നാജിദ് എന്ന് പറയുന്ന പോയറ്റ്. അപ്പോൾ നാജിദ് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ പറഞ്ഞതുപോലെ എന്നാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് the poet says that the poet wishes to his children to know the history. I brought my children to the mount means കൊണ്ട് അർത്ഥമാക്കുന്നത് പോയറ്റിന്
ഹിസ്റ്ററീസ് അല്ലെങ്കിൽ പോയറ്റിൻ്റെ ഒരുപാട് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇയാളുടെ ചിൽഡ്രൻസുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അബൌട്ട് ഹിസ് പാസേജ് ഓഫ് ടൈം ആൻഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്സ്, അയാളുടെ ഇനി മുന്നോട്ടുള്ള കാലങ്ങളെക്കുറിച്ച്, ഫോർവേഡ് അതുപോലെ തന്നെ ബാക്ക്വേർഡ് പാസ്റ്റിലുള്ള കാലങ്ങളെക്കുറിച്ച് ഒക്കെ, ഹിസ് പാസേജ് ഓഫ് ടൈം, ഓരോ കാലഘട്ടത്തിലൂടെയും പോയറ്റ് വന്നിട്ടുള്ള ഓരോ ടൈംസിനെ കുറിച്ചൊക്കെ ഹി വാണ്ട്സ് ടു ബി ഡിസ്കസ് വിത്ത് ഹിസ് ചിൽഡ്രനുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സോ അതാണ് അവിടുത്തെ ഫസ്റ്റ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് അവിടെ റെഫർ ചെയ്തിട്ടുണ്ട് നാജിദ് ആക്ച്വലി ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ജൂയിഷ് പോയറ്റാണ്. ആൻഡ് ഹി വാസ് എ സോൾജിയർ ആൻഡ് ഹി ഓൾസോ റോട്ട് അബൌട്ട് ദ സോൾജിയേഴ്സ്, വാറിനെ കുറിച്ചും അതുപോലെ തന്നെ സോൾജിയേഴ്സിനെ കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പോയറ്റാണ് നാജിദ്. ജൂയിഷ് പോയറ്റാണ്. അതുപോലെ തന്നെ ഇയാളൊരു സോൾജിയറും കൂടെ ആയിരുന്നു. സോ ഒരുപാട് റിലേഷൻസ് ഉണ്ട് നമ്മുടെ ഈ പോയറ്റും അതുപോലെ യഹൂദ അമിച്ചൈ എന്ന പോയറ്റും നാജിർ എന്ന പോയറ്റും. ബിക്കോസ് യഹൂദ അമിച്ചയും റോട്ട് അബൌട്ട് ദ വാർസിനെ കുറിച്ചും സോൾജിയേഴ്സിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. സെയിം ടൈം ദ പോയറ്റ് നാജിർ എന്നുള്ള പോയറ്റും ഒരുപാട് വാർസിനെ കുറിച്ചും ആൻഡ് ഹി ഒരു സോൾജിയറും കൂടെ ആണ്. സോ രണ്ടും ഒരു കോമൺ റിലേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പോയറ്റ് അവിടെ കൊടുത്തിട്ടുള്ള കോട്ടുണ്ട്, ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്നുള്ളത് ഈ നാജിറിൻ്റെ പോയത്തിൽ നിന്നെടുത്തുള്ള ലൈൻസാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ആൻഡ് ലൈക്ക് മീ, എന്നെപ്പോലെ തന്നെ ഈ നാജിറും ആരായിരുന്നു? എ മാൻ ഓഫ് ഹിൽസ്. അതായത് ഹി വാസ് മാൻ ഓഫ് ഹിൽസ് ആൻഡ് മാൻ ഓഫ് വാർസിനെയൊക്കെ കുറിച്ച് എഴുതുന്ന, അതുപോലെ നേച്ചറിനെയൊക്കെ കുറിച്ച് എഴുതുന്ന ഒരു പോയറ്റ് പോലെ എന്നെ പോലെ തന്നെ ആയിരുന്നു നാജിർ എന്നാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് ഹൂ സാങ് എ ലുലബി ഓൺ ടു ഹിസ് സോൾജേഴ്സ് ബിഫോർ ദ ബാറ്റിൽ. ഈ നാജിർ എന്ന് പറയുന്ന ദിസ് ജൂയിഷ് പോയറ്റ് ആൻഡ് ഹി സോങ് എ ലുലബി to his soldiers before they went to the battle. അവർ ബാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ്, ബിഫോർ ദേ ഗോയിങ് ദ ബാറ്റിൽ, അവരുടെ ബാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ സോൾജിയേഴ്സിന് വേണ്ടി ലുല്ലബി പാടും. ദാറ്റ് മീൻസ് ലുല്ലബി എന്താ? ഒരു താരാട്ട് പാട്ട് പാടുന്ന ഒരു പോയറ്റ് ആയിരുന്നു ആര്? ദിസ് നാജിദ്. ഓക്കെ, ബിക്കോസ് ഇയാളൊരു സോൾജിയറും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഹി നോ ദ സോൾജിയേഴ്സിൻ്റെ എല്ലാ പ്രോബ്ലംസും, അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പവേഴ്സ് ഇയാളുടെ സോങ്ങിലൂടെ സോൾജിയേഴ്സിന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും എന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. യെറ്റ് ഐ ഡി നോട്ട് ടോക്ക് ടു മൈ ഹാർട്ട് ആസ് ഹി ഡിഡ്. പക്ഷേ നാജിർ ചെയ്തത് ഹാർട്ടിനോട് അല്ലെങ്കിൽ അയാളുടെ പോയം എന്നത് എവറിത്തിങ് കൺവേ ടു ദ സോളോ ആയിട്ടാണ് റിലേറ്റ്, അല്ലെങ്കിൽ എല്ലാം ഒരു ഹാർട്ടിലേക്ക് പറയുന്നത് ടൈപ്പ് ഓഫ് പോയംസ് ആണ് നാജിർ എഴുതിയിരുന്നത്. പക്ഷേ നമ്മുടെ യഹൂദ അമിച്ചൈ പറയുന്നത് യെറ്റ് ഐ ഡി നോട്ട് ടോക്ക് ടു മൈ ഹാർട്ട്, പക്ഷെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഹാർട്ടിനോടല്ല, ബട്ട് ടു മൈ ചിൽഡ്രൻ, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മക്കളോടാണ് എന്ന് പറയുന്നത്. And last line, to the mount we wore the resurrections, fleeting like the springtime, eternal like it too. To the mount, ഈ ഒരു മൗണ്ടിലേക്ക്, ഈ ഒരു ഹിൽ, കുന്നിൻ പുറത്തിലേക്ക് വി വോർ ദ റിസ്ട്രക്ഷൻ, നമ്മൾ വീണ്ടും അവിടെ എന്ത് ചെയ്യും? റിസ്ട്രക്ട് ചെയ്യും. റിസ്ട്രക്ട് മീൻസ് എന്താ? ഉയർന്നെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഫ്ലീറ്റിംഗ്, അത് ഒരു കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്ന്. ഫ്ലീറ്റിംഗ് ഏതുപോലെ? ലൈക്ക് ദി സ്പ്രിങ് ടൈം, വസന്തകാലത്തെ പോലെ അത് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇറ്റ് ഈസ് എറ്റേണൽ, എന്നെന്നും എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കും. ലൈക്ക് ഇറ്റ് ടു, അതായത് ഒരു സ്പ്രിങ് ടൈമിനെ പോലെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ അത് എന്തായിരിക്കും? ഏത് കാലത്തും ഫോർ എവർ ഇറ്റ് ഈസ് സ്റ്റിൽ, എന്നും അനശ്വരമായിട്ട് നിലകൊള്ളുന്നു. അതാണ് ലാസ്റ്റ് പറയുന്നത്. ഇവിടെ പോയറ്റ് പറയുന്നുണ്ട്, ഹിയർ ദ പോയറ്റ് സജസ്റ്റ് ദാറ്റ് ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ. നമ്മുടെ ലൈഫ് എന്നുള്ളത് അത് മൊമെൻ്ററി ആണ്, ദാറ്റ് മീൻസ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ്, ബട്ട് സെയിം ടൈം ഇറ്റ് ഈസ് എറ്റേണൽ.
അത് എന്നൊന്നും നിലനിൽക്കുന്നതുമാണ്. ദാറ്റ് മീൻസ് എന്താ, നമ്മുടെ ലൈഫ് കുറച്ച് കാലത്ത് ഉണ്ടായിരിക്കുള്ളൂ. മേ ബി ഒരുപാട് നമ്മൾ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് തിങ്സ് ഒക്കെ എറ്റേണലായിട്ട് നമ്മുടെ ഈ എവിടെ നിൽക്കും, ഈ ഭൂമിയിൽ നിൽക്കുന്നു. സോ അതുകൊണ്ടാണ് ലൈഫിനെ ബോത്ത് ഫ്ലീറ്റിംഗും ആണ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ മൊമെൻ്ററി ആണ്, സെയിം ടൈം ഇറ്റ് ഈസ് എറ്റേണലാണ്. ഇറ്റ് ഈസ് റിസ്ട്രക്ഷൻസ് എന്നെന്നുമായിട്ട് നിലനിൽക്കുന്ന ഒന്നുകൂടെയാണെന്നാണ് പറയുന്നത് ലൈഫ്. സോ ഏതുപോലെ ലൈക്ക് ദ സ്പ്രിങ് കാലം അല്ലെങ്കിൽ സ്പ്രിങ് എന്ന് പറയുന്ന ആ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു മന്തിനെ പോലെയാണെന്ന്. കാരണം എന്താ, സ്പ്രിങ് കം എഗെയിൻ ഇൻ സൈക്ലോ പ്രോസസ്. ഒരു സ്പ്രിങ് കാലം കഴിയുമ്പോൾ, ഒരു സ്പ്രിങ് സീസൺ കഴിയുമ്പോൾ വീണ്ടും സൈക്ലിക്കൽ പ്രോസസ്സിൽ വീണ്ടും അവിടേക്ക് തന്നെ സ്പ്രിങ് എത്തും. ഇപ്പോൾ ഒരു സ്പ്രിങ് കാലമാണെങ്കിൽ, സീസൺ ആണെങ്കിൽ അന്നുള്ള എല്ലാ ബ്യൂട്ടിയും നിൽക്കും, ഇവിടെ തന്നെ ഉണ്ടാകും. അതിൻ്റെ ഓരോ ബ്യൂട്ടികളും നമ്മൾ ആസ്വദിക്കും. അതുപോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. സ്പ്രിങ് സീസണായിട്ട് കണക്ട് ചെയ്യാം. അത് നിലനിൽക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. കുറച്ച് സമയം ഉണ്ടെങ്കിലും വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ അത് വീണ്ടും സൈക്ലിക്കൽ പ്രോസസ്സിൽ തന്നെ പോയിട്ട് വീണ്ടും അതേ സ്പ്രിങ് സീസൺ എന്ത് ചെയ്യും, പിന്നെ അതൊരു സൈക്ലിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ്. അതുപോലെയാണ് ഹ്യൂമൻ ലൈഫിൻ്റെ അവസ്ഥയും എന്നാണ് ദ പോയിറ്റ് പറയുന്നത്. സൈക്കിൾ ഓഫ് സീസൺ, ഓരോ കാലഘട്ടത്തിൻ്റെയും സൈക്കിൾ, അതിൻ്റെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. സോ ലൈഫ് ഈസ് റിലേറ്റഡ് ടു ദിസ്. അതുകൊണ്ട് ലൈഫിനെ ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ സീസൺ എന്ന് പറയുന്ന ഒരു സ്പ്രിങ് സീസൺ എന്നിലേക്ക് കമ്പയർ ചെയ്യാണ്. ഇറ്റ് ഈസ് ബോത്ത് എറ്റേണൽ ആൻഡ് ഫ്ലീറ്റിംഗ്. ഇത് എറ്റേണലും ആണ്, എന്നാൽ ഫ്ലീറ്റിംഗ് ആണ്. ദാറ്റ് മീൻസ് അത് അനശ്വരമാണ്, എന്നാൽ അത് ഷോർട്ട് ടൈം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇവിടെ പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻസ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻസിലൂടെ. ഓക്കെ, താങ്ക് യു.